സ്നേഹമുള്ളവരെ, ഇന്ന് സഭ സകല വിശുദ്ധരുടെയും തിരുനാള് ആഘോഷിക്കുകയാണ്. മിക്കവാറും ചോദിക്കും, നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധരുടെ തിരുനാള് ആഘോഷിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് ഇങ്ങനെയൊരു ദിവസം? ഇന്നത്തെ ദിവസം നമ്മൾ ഇങ്ങനെ സഭയുടെ ആരാധനാക്രമത്തിൽ കലണ്ടറിൽ ഉള്ള നമ്മൾ അറിയുന്ന വിശുദ്ധരെ മാത്രമല്ല ഓർക്കുന്നത്, മറിച്ച് ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ചെയ്ത, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടു നിന്ന, എന്നാൽ നിശബ്ദമായിട്ട് ആരും അറിയാതെ വിശുദ്ധിയിൽ ജീവിച്ച മനുഷ്യര്, അവരെ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ തിരുനാള് നമ്മോട് പറയും, നമ്മിൽ എല്ലാവരിലും ഒരു വിശുദ്ധനോ ഒരു വിശുദ്ധയോ ഉണ്ട്. നമുക്കെല്ലാവർക്കും അടിസ്ഥാനപരമായിട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടുള്ള സാധ്യത ദൈവം നൽകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വിശുദ്ധി എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗത്തിനോ പ്രത്യേക രീതിയിൽ ജീവിക്കുന്നവർക്കോ മാത്രമുള്ള ഒന്നല്ല. വിശുദ്ധി എന്നുള്ളത് എല്ലാവർക്കുമുള്ള സാധ്യതയാണ്. അതാണ് ദൈവം നമുക്കായിട്ട് തുറന്നിടുന്നത്. അതൊരു ക്ഷണമാണ്. ജീവിതത്തെ ശരിയായ രീതിയിൽ കൊണ്ടുപോകുവാനായിട്ടുള്ള ഒരു ക്ഷണം. വിശുദ്ധര് ദൈവത്തിൻ്റെ ഫാൻസാണ്. നമുക്കറിയാം, നമ്മുടെ ലോകത്തിൽ എല്ലാ മനുഷ്യരും ഏതെങ്കിലുമൊക്കെ മനുഷ്യരെ ഇങ്ങനെ ആരാധിക്കുന്നുണ്ട്. അത് കലാരംഗത്തായാലും കായിക രംഗത്തായാലും ഒക്കെ ഇങ്ങനെ ഒത്തിരി മനുഷ്യരുണ്ട്. ലിയോണൽ മെസ്സിയോ റൊണാൾഡോയോ അല്ലെങ്കിൽ ടേലർ സ്വിഫ്റ്റോ ജസ്റ്റിൻ ബീബറോ, ഇങ്ങനെയുള്ള ഒത്തിരി പേരുകൾ നമുക്ക് അറിയാം. നിരവധി മനുഷ്യരാണ് ഇവരുടെ ആരാധകരായിട്ടുള്ളത്. ഇവരെ സോഷ്യൽ മീഡിയകളിൽ ഫോളോ ചെയ്യുന്നത്. അവർ ധരിക്കുന്നത് പോലെ ഡ്രസ്സ് ധരിക്കുന്നു, അവർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുവാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ പകർത്തുവാൻ ശ്രമിക്കുന്നു. നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഇവരൊക്കെ ഇങ്ങനെ കട്ട ആരാധകര്. നമ്മുടെ നാട്ടിലുമുണ്ട് സിനിമാ നടന്മാരെ ഒക്കെ ഇങ്ങനെ ആരാധിക്കുന്ന, ഇങ്ങനെ ആരാധനാപൂർവം കാണുന്ന ഒത്തിരി പേര്. അവർക്ക് വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് തയ്യാറായിട്ടുള്ള മനുഷ്യർ. സഭയിലും ഇങ്ങനെ ആരാധക വൃന്ദമുണ്ട്, ദൈവത്തിൻ്റെ ആരാധക വൃന്ദം. അതുപോലെ തന്നെ ഇങ്ങനെ ഈ വിശുദ്ധിയിൽ ജീവിച്ച മനുഷ്യരോടൊപ്പം ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന, ദൈവത്തിൽ ജീവിക്കുന്ന മനുഷ്യർ. ഇങ്ങനെയുള്ള വിശുദ്ധരുടെ ജീവിതം കണ്ടിട്ട്, അവരുടെ വിശ്വാസം കണ്ടിട്ട്, അവരുടെ ദൈവത്തിലുള്ള മനുഷ്യരിലുള്ള സ്നേഹം കണ്ടിട്ട് പലരും പറയും, എനിക്കും അതുപോലെ ജീവിക്കണം. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന ആരാധക വൃന്ദങ്ങളിൽ നിന്നും മാറിയിട്ട് വിശ്വാസത്തിലായിരിക്കുന്ന ഈ വിശുദ്ധർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരൊരിക്കലും പറയുന്നില്ല എന്നെ അനുഗമിക്കുക എന്ന്. അവർ പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന്. അവർക്ക് ഇങ്ങനെ ലോകത്തിൻ്റെ പ്രശംസ ആവശ്യമില്ല. ദൈവത്തിനാണ് അവർ പ്രഥമ സ്ഥാനം നൽകുന്നത്. അതിനുശേഷം തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ, അവസാനമായിട്ട് അവർ തങ്ങളെ തന്നെ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിശുദ്ധി, ഇങ്ങനെ ഒരു ജീവിതം അത്ര എളുപ്പമുള്ളൊന്നല്ല. കഠിനമായിട്ടുള്ള പല വഴികളിലും കൂടെ അവർ പോകേണ്ടതുണ്ട്. പല കാര്യങ്ങളും ഈ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട്, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലായിരിക്കുവാനായിട്ട്. എന്നാൽ വിശുദ്ധി എന്നുള്ളത് ജീവിതത്തിൽ കുറവുകളില്ലാതെ ജീവിക്കുക എന്നുള്ളതല്ല. ഈ കുറവുകളിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് വിശുദ്ധി എല്ലാവർക്കും ഉണ്ടാകുന്നത്. അതാണ് ഈ മനുഷ്യര് നമ്മോട് ഇന്ന് പറയുന്നത്. അതെ, നമ്മിൽ എല്ലാവരിലും വിശുദ്ധിയുടെ ഒരു അംശമുണ്ട്, അല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടുള്ള സാധ്യതകൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തെ സ്നേഹം കൊണ്ട്, ജീവിതത്തിലെ കടമകളെ സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോൾ, സ്നേഹത്താൽ പ്രേരിതമായിട്ട് ചെയ്യുമ്പോൾ, അവിടെയൊക്കെ ഈ വിശുദ്ധിയിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവരുമായിട്ട് നന്മകൾ പങ്കുവയ്ക്കുമ്പോൾ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഈ ഒരു വിശുദ്ധിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവത്തിനും മനുഷ്യനും സ്നേഹത്തിനും വിശ്വാസത്തിനും ഒക്കെ ജീവിതത്തിൽ സ്ഥാനം നൽകാം. അതുവഴി നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ
നന്മയിൽ, സ്നേഹത്തിൽ, വിശുദ്ധിയിൽ പ്രകാശമുള്ളതാക്കാം. അതിന് സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും അവരുടെ ജീവിത മാതൃകകളും നമുക്ക് തുണയാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അതിന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.